കട്ടൻ ചായ അവിടെ പോണം, ഇവിടെ ഗ്യാസില്ല. എന്നാ ചായ വയ്ക്കുക. നീ ചോദിച്ചില്ലേ? സുകന്യ നടക്കോ? എന്താ നീ ഇങ്ങനെയൊക്കെ പറയണ്? സുകന്യനെ എങ്ങനെ തരിക? എന്താ കുഞ്ഞെങ്ങനെയൊക്കെ പറയണു? സുകന്യനെ ആർക്കും തരില്ല. സുകന്യക്ക് വേണം. ഏതാ സുകന്യ? അതല്ല സുകന്യ, ഇതുണ്ടോ? ഇതാണ് സുകന്യ. അയ്യടാ, എന്റെ കുഞ്ഞുണ്ണി തന്നാട്ടത്. ഇപ്പൊ ചായക്കടിയും വേണ്ട, ഒന്നും വേണ്ടേ? ഫോൺ ഉണ്ടപ്പോഴേക്ക് അവരത് കഴിച്ചതാണ്. വരുമ്പക്ക് ചായ കുടിക്കുക. എന്താ വേണ്ടാത്ത? പപ്പു പരിപ്പ് വട തിന്നില്ലാട്ട. ശരി, ഒരു മുട്ട വജിയൊന്നുമില്ലേ? അത്ര തന്നെ ഉള്ളു ഒരാൾക്ക്. മുട്ട വേണം, കോഴി മുട്ട ഇറച്ചി. അത്ര തന്നെ. കോഴി മുട്ട ഇട്ട് അപ്പാച്ച തരാം കേട്ടോ. കോഴിമുട്ട, കോഴിമുട്ട, കോഴിമുട്ട. ഏയ് ഏയ് എന്തോ തക്ക വേണോ? ഇത് വേണോ? മുറിക്കണോ? ഏത് ചേച്ചി? എന്നാ വേണം പറ, കൊണ്ടേക്കോളം പറ. എത്ര ചക്ക ചെയ്ത് വീട് കിടക്കണ? അല്ലെങ്കിൽ ഞാൻ അത് മുറിക്കും. ഇത് പഴുത്ത് നിൽക്കണതാ. അതാ ഇത് കൂട്ടാൻ വെക്കാൻ പറ്റിയതാ. രണ്ടെണ്ണം അവര് വന്നിട്ട് എത്ര മുഴുവൻ കൊണ്ടോട്ടെ. ചക്കന് തീരല്ലോ. ചക്കല്ലേ ഇത് പൊന്നെ. അതങ്ങോട്ട് വെക്കണേ. ചക്ക ഉണ്ട്. ചക്ക തിന്നണ്ട അവിടേക്ക് പോണ്. ചക്ക വേണ്ടേ? ചക്ക തിന്നിട്ടെ കുഞ്ഞ. എന്താ നീ കുട്ടിയിൽ തൊഴിൽ കൊടുക്കാണ്ടേ? സുകന്യെ ആ ചെറിയ മടാള് ഇടറി. എടാ ചെറിയ മടാള് ചക്കക്കു പഴുത്തക്കണേ കണ്ടോ? മുറിക്കണോ അപ്പോ? അതോ നാളെ രാവിലെ മുറിച്ചിട്ട് വേവിച്ചാൽ മതിയോ? എന്ത് ചെയ്താലും വേണ്ടില്ല. നാളെ കൂടും എല്ലാരും പാടെ. എന്നാ വേണ്ട, നാളേക്ക് എടുക്കാം. അവിടെ തോട്ടെ പഴുത്ത തിന്നുമ്പോ ഇതിപ്പോ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞ് ഏച്ചി ചേർത്തിട്ട് അത് അവിടെ കിടക്കും. അപ്പൊ അതൊന്നും ചെയ്യൂല. വരട്ടുക. വരട്ട. ഇപ്രാവശ്യം നമ്മള് വരട്ടിയിട്ടില്ല. ഒന്നും കൂടി വീണ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അപ്പുറത്ത് കൊണ്ടേക്കട്ടെ. പ്ലാന് മാറ്റി. നീ വണ്ടി തള്ളിക്കോ കേട്ടോ. നാളേക്ക് തിന്നാ. ഏട്ടാ എന്ത് വിടുന്നു? ഒരു പിടി കൊണ്ടുപോയി. ഇതൊക്കെ നല്ല മൂത്താട്ടോ, വേഗം ഉണ്ടാവും. അമ്മ അവിടുന്ന് ആ മടാളിന്ന് എടുത്തിട്ട് പാടി ഉണ്ണി. അതാ കുഞ്ഞ മെല്ലെ. സുകന്യേ അവിടെ ആ മടാളെന്ന് എടുത്തിട്ട് വരുമോ? അവിടെ അരികു തിണ്ണ എൻ്റെ അടുത്ത് കൊറിയർ അയച്ചു തരുമോ ചോദിച്ചതാണ് കേട്ടോ കൂട്ടുകാർ. എനിക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. അതൊരു ഒന്നൊന്നര പണിയോ കൊറിയർ അയക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും വന്ന് എടുത്തുകൊണ്ട് കുഴപ്പമുണ്ടാകും. മുരിഞ്ഞേ കത്തി അപ്പുറത്ത് ഇതാണ്ടോ. ഇത് നല്ലൊരു മരുന്നാട്ടോ ഈ സാധനം. എന്താ വായപ്പുണ്ണിന് പറ്റിയൊരു മരുന്നാണ്. ഇത് കുഴിച്ചിടണം. കണ്ടോ, ഇതാണ് കരിന്തെച്ചി. ഇതിങ്ങനെ കൊമ്പ് ഇത് ഫുള്ളായിട്ട് കുഴിച്ചിടണം ചേട്ടാ അവിടെ തന്നെ. കാരണം ഇത് എത്ര ആൾക്കാർക്ക് ഒരു മരുന്നാണെന്നറിയോ? വായപ്പുണ്ണ് വരുമ്പോൾ നമ്മൾ കടിച്ച് തുപ്പിക്കഴിഞ്ഞ് വെച്ചാലില്ലേ അതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ ചാറ് ഉള്ളിലേക്ക് ഇറക്കുകയും ചെയ്യാം കേട്ടോ. അവിടെയാണ് അപ്പുറത്തെ. സുകന്യ കെട്ടിയടേ മറിഞ്ഞു വീണാണ്. കണ്ടോ റോഡില് സതിയേട്ടാ? ഈ കൊമ്പ് എവിടെ കൊണ്ടേ കുഴിച്ചിടുക? ഈ കരിന്തെച്ചി കനാൽ സൈഡോ? കൊമ്പ് കുഴിച്ചിട്ടുണ്ടാവില്ലേ? ഇത് മരുന്നാണേ. മെല്ലെ 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 മെല്ലെ. അമ്മേ എന്താ പറഞ്ഞേ?
അവിടെ വേണ്ട ഏട്ടാ വഴുക്കണുണ്ട് എനിക്ക് പേടിയാണ് അതിനേട്ടാ കേട്ടോ നല്ല മൂത്തക്കണ കേട്ടത് എത്ര വയസ്സുള്ള അതിനൊക്കെ എവിടെ കുത്തിയാലും മുളയ്ക്കാൻ സാധ്യതയുണ്ട് ഇത് അത്രയ്ക്ക് നല്ലതാ അയ്യോ ഏട്ടാ ഈ കുട്ടി എന്താ ചെയ്യണത് പുലുവാലുണ്ടാക്കും അവസാനം ഇത് കുഴിച്ചിടാനേ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഉള്ള സ്ഥലത്ത് കുഴിച്ചിടുക വേണ്ടേ കുത്തിയിൽ അടുത്തേക്ക് റെഡിയാവും ഏതാ ഇതാണോ അതാണോ കുത്തുന്നത് ഏത് ഇതാ കുത്തുന്നത് അത് ഏത് ആ മൂത്തതേ എന്താ മടാന്ന് മൂർച്ച എന്താ മടാന്ന് മൂർച്ച ഇന്ന വെട്ടിയാലും കൂടി മുറിയില്ല അതേ വെറുതെ വാടിയിട്ട് പോണേക്കാളും മുമ്പല്ലേ കണ്ടോ അതൊക്കെ കെട്ടി വെച്ചേക്കാണ് അതാണ് ഇതെന്താ ചെയ്യാ എന്താ അത് വല്ല മുട്ടിയിൽ വെച്ച് വെട്ടേണ്ടി വരും തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല പറയില്ലേ അങ്ങനെ തോറ്റ് ഏത് കൂടെ കുട്ടി വണ്ടി അപർണേ ബാബർണേ ബാർച്ച ഇങ്ങോട്ട് വാ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ ചില സമയത്ത് പേര് വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ വെറുതെ വിളിക്കുന്നതാട്ടോ കണ്ട ഇതെവിടെ വെയിലിടണോ തൽക്കാലം മുറ്റത്തിട്ട് ഇതുവരെ ഉണ്ടാവില്ല അതുപോലെ എന്താ അതാ നോക്കിയൊക്കെ കുട്ടി കാണിക്കുന്നത് ഏട്ടാ ചളിയില് സുകന്യേ ഈ എന്താ ചെയ്യണേ വായോ കളിയൊന്നും വേണ്ടേ അങ്ങനെ കുത്തിയ പോരെ അങ്ങനെ മതിയോ പിന്നെന്തായാലും വേറെടുത്തിട്ടാണ് മാറ്റി കുത്തിയാൽ മതി ഏട്ടൻ പറഞ്ഞ പോലെ എന്താ അതിനുള്ള ഇല കളയണ്ടേ രണ്ടാമത്തെ ദിവസമാണിത് ചാത്തപ്പാ ഓ ഓ ചാത്തപ്പാ എന്താണ് ഓ വഴി കൂടെ കുത്തരുത് കേട്ടോ അവിടെ കയറ്റി കുത്ത് കുറച്ച് അപ്പുറത്തേക്കായാലും കുഴപ്പമില്ല മറിയുമ്പോൾ മുറ്റത്തേക്ക് മറിഞ്ഞു തരാത്ത രീതിക്ക് കുത്താം ആ അങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇത് നല്ല വെച്ചത് അല്ല എന്താണെന്നറിയോ അച്ഛൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണെന്നറിയോ അപ്പോൾ നമ്മളായിട്ട് ചെയ്തല്ല ഉണ്ടാവുകയാണോ വെച്ചാൽ ഉണ്ടായിക്കഴിഞ്ഞാലേ ഒരു ഉപകാരം ആർക്കെങ്കിലും ആവട്ടെ അല്ലേ അതെ ചെമ്പരത്തി അതേപോലെ ഓണാകുമ്പോഴേക്കും നീ എവിടെ എന്താ ഇതിന് ഞാൻ പറഞ്ഞത് ചെയ്തോ എന്താ കാണിക്കുന്നുണ്ടാലും പാടെ ചക്ക എന്താ തന്നെ വീണത് എങ്ങനെയൊക്കെ വീണ് ചക്കയൊന്നും ആർക്കും വേണ്ട ആർക്ക് ചക്കയും വേണ്ട മാങ്ങ വീണ് റെഡി വെള്ളം എടുക്കാൻ പോയിക്ക മാങ്ങ വീണ് എടുക്കുമാതിരി കിടക്കുന്ന ചക്ക ആരെങ്ങനെ ചക്കട്ട് തന്നെ വീണതാണ് ഇത് കിടക്കുന്ന അതിന്റെ അടിയിൽ ഒരു ചക്ക അത് ഇന്നലെ പൊന്നൂസ് കൊണ്ടുവന്നിട്ടതാണ് ചക്ക ഇന്നലെ രാത്രിയില് ഞാൻ ഇവിടെ ഇരുന്ന് ചോറിനുമ്പോ ചക്ക അമ്മ ചക്ക പറഞ്ഞിട്ട് വെള്ളം ഇറങ്ങിയിട്ട് ചക്ക കഴിക്കാൻ ടേസ്റ്റ് ഇല്ല കേട്ടോ ഇപ്രാവശ്യം നമുക്കൊരു ചക്ക നേരേക്കിട്ട് വരട്ടണം അതിന് ചക്ക നന്നല്ല പറഞ്ഞാൽ ഈ ചക്ക പൊതുവെ നന്നല്ലാത്ത ഇത് വറക്കാൻ മാത്രം പറ്റും പഴുത്ത നാളെ അമ്മ വന്നപ്പോല്ലേ ചക്ക ഇട്ടെന്നോ വറക്ക പറഞ്ഞതാ വറക്കുക പറഞ്ഞതാ അന്ന് അതിന് ഒഴിവുണ്ടായില്ല അപ്പോൾ ഒഴിവല്ല നമ്മളത് ശ്രമിച്ചില്ല കേട്ടോ ഇനി എന്താ വെച്ചിട്ടാ മഴക്കാലം തുടങ്ങി തണുപ്പ് തുടങ്ങി ഇനി ചായക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണല്ലേ ഇല്ലെങ്കിൽ പിന്നെ ചായ കുടിക്കാൻ ഒരു ഉഷാറുണ്ടാവില്ല അപ്പം ഇന്നില്ലേ
ഞങ്ങളിന്ന് എവിടെ പോയി? ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ പോയിട്ടോ. ചെർപ്പളശ്ശേരി പോയി അവിടെ തൊഴുത്. പിന്നെ എന്താ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നതാണ് 4 എണ്ണം കുട്ടികൾ കഴിച്ചിട്ട്. പിന്നെ പായസം കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സമയം മുതൽ പെരും മഴ. അതിനെന്താ ഫുൾ നനഞ്ഞു പുണ്ടിയായിട്ട്. അതാണെങ്കിൽ ആ ഒട്ടിക്കിടക്കണ ചുരിദാറായിരുന്നില്ലേ, അത് നനഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പിഴിയുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും എന്താ കുറച്ചൊക്കെ അങ്ങോട്ട് തോർച്ചയിട്ടോ. വിനോട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിനോട്ടൻ്റെ ഭാര്യയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കുണ്ട് വെള്ളം അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഇല്ലേട്ടാ നല്ല മഴയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ. നമ്മുടെ ഈ കുതിങ്കാലിൻ്റെ അത്ര ഉണ്ട് വെള്ളം. മഴ പെയ്ത് വെള്ളാവട്ടെ. കിച്ചുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ കിച്ചുവിൻ്റെ കൂട്ടുകാരൻ വന്നൊക്കെ കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് അനുമതി ചോദിക്കുകയാണ്, പോട്ടെ എന്നുള്ളത്. എന്താ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ 2.5 വർഷം ഒക്കെ ഈ തോന്നുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ പോയിട്ട് ചെർപ്പളശ്ശേരി പോയിട്ട് 2.5-3 വർഷം പോയിട്ട്. അപ്പോൾ ഇന്നാണ് കേട്ടോ പോയത്. ഇന്നെന്താ വിനോദനൊക്കെ പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. നിങ്ങൾ ദൃശ്യം 3 കണ്ടോ കൂട്ടുകാരെ? നമ്മുടെ ഇവിടെ എന്താ എല്ലാവരും ചിലവരൊക്കെ പറയണു നല്ല പടമാണ് പറയണു, ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ് പറയണു കേട്ടോ. പക്ഷെ ഞങ്ങൾ കണ്ടില്ല. എന്താ അല്ലേ, നമ്മളിനി ഏതോ വേറെ കാണാൻ പോകണമെന്ന് വിചാരിച്ച സമയത്ത് ഓരോ കാര്യങ്ങൾ സ്കൂൾ തുറക്കേണ്ട തിരക്കായില്ലേ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മളെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ രീതിക്ക് അങ്ങോട്ട് പോവും. പറയുന്നവരങ്ങോട്ട് ഇങ്ങനെ പറയും. കൊല്ലങ്ങളായിട്ട് വീഡിയോ അതന്നെ പറയും. നെഗറ്റീവ് ആയാലും പക്ഷെ എന്താ ഇത് പറഞ്ഞപ്പോൾ മാത്രം പറയട്ടോ, അതിൽ തെറ്റിദ്ധാരണകൾ വരരുത്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇപ്പം അവർക്ക് പറഞ്ഞ സെപ്പറേറ്റ് അവിടെ വെച്ച് അവർക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് വീട് വയ്ക്കുകയാണ്. പക്ഷെ നമുക്കത് പൊളിക്കേണ്ട ആവശ്യങ്ങളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നമുക്കാണെന്ന് പറഞ്ഞിട്ട് ഇട്ട് നിൽക്കുമെന്നല്ല കേട്ടോ. ഒത്തൊരുമിച്ച് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടി വരും, എല്ലാവരുടെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോൾ വണ്ടിയാണ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓട്ടോറിക്ഷയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല അതിൽ ഉപയോഗിക്കുക. സുകന്യ പോകുമ്പോൾ സുകന്യയുടെ അവർ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വണ്ടിയാണ് കൊണ്ടുപോവുക. അപ്പം ഇപ്പോൾ ഏട്ടൻ്റെ വണ്ടിയാണ് പറഞ്ഞാൽ ചേട്ടൻ്റെ വണ്ടിയില്ലെങ്കിൽ അനിയൻ്റെ വണ്ടിയാണ് എടുത്തിട്ട് പോവുക. ഇതൊന്നും നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലല്ലോ. വീഡിയോയിൽ നമ്മുടെ ഈ വർത്താനം ചറപറാന്ന് മാത്രമല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നണത്. അത് സ്വാഭാവികം. നമുക്കാണ് വെച്ചാൽ ചില ആൾക്കാർ പറയും നിങ്ങളുടെ പൈസ മുടക്കിയിട്ട് നിങ്ങൾ എന്തിനാണ് അവിടെ ഉണ്ടാക്കിയിരിക്കണത്, നിങ്ങൾക്ക് ഇപ്പുറത്ത് ഉണ്ടാക്കിക്കൂടെ. അങ്ങനെ പറയുന്ന 2 തരം ഇല്ലേ, അമ്മയെ തല്ലിയ 2 വശം എന്ന് പറയണ പോലെ 2 തരത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനത് ചെയ്യണത്? ഇതിപ്പോൾ നിങ്ങളുടെ ആവശ്യമല്ലല്ലോ, നിങ്ങളുടെ ഉമ്മർത്ത് നിൽക്കണമല്ലോ മരം, ആ മരം അവർക്ക് മുറിച്ചൂടെ എന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ പറയും അത് മുറിച്ചത് നന്നായേ ഉള്ളൂ, എന്താ വീട്ടിലേക്ക് അത് മരം വീണിട്ടുണ്ടെങ്കിൽ അത് വീട് നാശമായി പോവില്ലേ, അത് ചെയ്തത് ആരായാലും അത് ചെയ്തത് നന്നായി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയും ഇനിയിപ്പോൾ എന്താ അവർക്ക് ചെയ്തൂടെ, നിങ്ങൾ എന്തിനാ വന്ന് ചെയ്യുന്നത്. നമ്മുടെ മക്കൾ അവിടെ കഴിയണതാണ്. നമ്മൾ അങ്ങനെയാണ്. അപ്പൊ എന്റെ നിന്റെ നോക്കണെങ്കിൽ ഇതിന് മണ്ടക്കൂടെ കൊണ്ട് നിന്റെ മക്കളെ വിളിച്ച് ഞാൻ തയ്യ അങ്ങനെ ചിന്തിച്ചെന്താ. അല്ല ചിന്തിക്കുമ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ കരുതിയിട്ടാണ് ഒക്കെ ചെയ്യണത്. അതിലുണ്ട് അപ്പൊ അതില് അങ്ങനെ ലാഭം നോക്കിയിട്ടാണ് ചെയ്യണത്. ചില ആൾക്കാർ എങ്ങനെ ഇരിക്കുന്ന അറിയോ, പറഞ്ഞവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. അല്ല ചില ആൾക്കാർ വീട് മാറി പോകുമ്പോ എന്താ ചെലവ് കുറഞ്ഞു എല്ലാം കൊണ്ടുപോകുന്നു. അതിന് ഞാൻ എടുത്തിട്ട് എടുത്തിട്ട് പോകും. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല. എൻ്റെ അടുത്ത് ഏട്ടൻ്റെ അമ്മ പറഞ്ഞു ഇവിടുന്ന് പോണതിൻ്റെ മുമ്പേ നിനക്ക് എന്താണോ ഇവിടെ ഇഷ്ടമുള്ളത് നീ ഒക്കെ എടുത്തിട്ട് പോയിക്കോ പറഞ്ഞു. എന്താ നിനക്ക് വേണ്ടി പറഞ്ഞു ഒക്കെ എടുത്തിട്ട് പോയിക്കോ, നീ അത് വാങ്ങണ്ട പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അമ്മ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി പറഞ്ഞു. സുനിയത്ത് വെച്ചൊക്കെ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയിക്കോ ഇവിടെ നിന്ന്. എൻ്റെ തുണികൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ എനിക്ക് എന്താ കൊണ്ടുപോയിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തുണികൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറേ എൻ്റെ അമ്മ അലമാരയൊക്കെ എൻ്റെ അമ്മ കല്യാണ വാർഷിക സമയത്തിന് തന്നതാണ്. അതടക്കം ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ എൻ്റെ അമ്മ ചില സമയത്ത് പറയും ആരാൻ്റെ വീട്ടിൽ എച്ചി പാത്രം കഴുകിയിട്ട് ഉണ്ടാക്കി തന്നതാണ് അത് പറയും. പക്ഷെ അപ്പോഴും കൂടി അമ്മ എന്താ പറഞ്ഞെന്നറിയോ, അത് എടുക്കണ്ട, നിങ്ങൾക്കൊരു ദിവസം വന്ന് നിങ്ങൾക്ക് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാനേ ഇല്ല.
അതെന്താണെന്നറിയോ, നമുക്ക് അവിടെ ഒരു ഇടം ഉണ്ട് എന്നുള്ളത് നമുക്കും അവർക്കും എല്ലാവർക്കും തോന്നാൻ വേണ്ടിയിട്ട് അല്ലേ, ഞങ്ങൾക്കിപ്പോൾ അതിന് വേണ്ടിയിട്ടാ. അല്ലാതെ ഇപ്പോൾ സുകന്യ അവിടെ വരുന്നുണ്ട്, എന്താ അവൾ ആ റൂമിൽ കിടക്കുന്നുണ്ട്, ഞാൻ പറയുമല്ലോ അനിയനും അവളും കുട്ടികളും അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വീഡിയോയിൽ നമ്മളില്ലേ ഇങ്ങനെ കാണിക്കാൻ, ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ എടുത്ത് നമ്മുടെ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നി. എൻ്റെ അടുത്തും വേറെ വേറെ ആൾക്കാരും പറഞ്ഞു, നിങ്ങളെന്തിനാ ഇത് ചെയ്ത് അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ പറയുകയാണ്, നമ്മൾ എല്ലാവരുടെയും ഒരേപോലെ തന്നെയാവും. നമുക്കുള്ളിലൊന്ന് വെച്ച് പുറമൊന്ന് ഞാൻ കുറച്ച് സംസാരിക്കുക. അതുകൊണ്ട് ചിലവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെണ്ണ് ഭയങ്കര വായാടിയാണ് തോന്നുന്നുണ്ടാവും. അതിപ്പോഴാണ് കേട്ടോ തുടങ്ങിയത്. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ചെയ്യാൻ. എന്താ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ഇതൊരാൾക്ക് വേണ്ടിയിട്ടല്ലോ, കുറച്ച് പേര് ചോദിച്ചതും കൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താ നിർത്തല്ലേ?